SDP ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി ഇ ഡി പരിശോധന, ഇ.ഡി. റെയ്ഡ് നടക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫണ്ട് സ്വരൂപിച്ച പണം SDP കൈമാറിയെന്നായിരുന്നു ഇ.ഡിയുടെ കണ്ടെത്തൽ. എസ് ശ്രീകാന്ത് കൂടി ചേരുന്നു. ശ്രീകാന്ത്, PFIക്ക് പിന്നാലെ മറ്റൊരു നിരോധനത്തിന് കൂടി വഴിയൊരുങ്ങുന്നോ? നിലവിൽ അങ്ങനെ വേണം കരുതാൻ. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലൊക്കെ തന്നെ നേരത്തെ ഈ നിരോധനത്തിന് മുമ്പ് വ്യാപക റെയ്ഡ്, തൊട്ടു പിന്നാലെ നേതാക്കളുടെ അറസ്റ്റ്, പിന്നാലെ നിരോധനം, അതായിരുന്നു രീതി. ഇതാ SDP ഓഫീസുകളിലും സമാനമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ തിരുവനന്തപുരം സംസ്ഥാനത്ത് വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത്, കോഴിക്കോട്, മലപ്പുറത്ത് ഉൾപ്പെടെ SDP പ്രധാനപ്പെട്ട ഓഫീസുകളിലൊക്കെ തന്നെ റെയ്ഡ് നടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, റെയ്ഡൊക്കെ വരും ദിവസങ്ങളിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും അത് ആരംഭിച്ചിട്ടും ഉണ്ടാകണം. ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരം, പോപ്പുലർ ഫണ്ട് കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDP റൂട്ട് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് SDP-ക്കെതിരായ ആരോപണം. ഹവാലയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണമെത്തിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിൽ പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ടെത്തി എന്ന് പറയുന്നു. SDP സാമ്പത്തിക ബുദ്ധി കേന്ദ്രം ദേശീയ അധ്യക്ഷൻ MK ഫൈസി തന്നെയെന്നാണ് ED ഇപ്പോൾ വ്യക്തമാക്കുന്നത്. MK ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും ED വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം MK ഫൈസി ഡൽഹി IG വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റിലായിരുന്നു. ചോദ്യം ചെയ്യൽ നടക്കുന്നു. 6 ദിവസത്തേക്കാണ് കസ്റ്റഡി. അതിനിടയിലാണ് ഈ റെയ്ഡുകൾ ഒരേ സമയം മുന്നോട്ട് പോകുന്നത്. CRPF സുരക്ഷയിലാണ് ഈ പരിശോധനകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ഓക്കെ, എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. PFI നിരോധനത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്ന പരിശോധനകളും അറസ്റ്റുകളിലെ മുക്കടക്കമാണോ മറ്റൊരു നിരോധനത്തിൻ്റെ വഴിയിലേക്ക്? ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അനുവാദം, അതിൻ്റെ ഒരു കൺസൾട്ടേഷനൊക്കെ വേണ്ടി വരും. SDP നിരോധനത്തിലേക്ക് പോവുകയാണെങ്കിൽ, ബാനിലേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്നുണ്ടാകുമോ എന്ന കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്.